ബാക്കി നിൽക്കുന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ കാത്തു വയ്ക്കുക. അപ്പോൾ അവരെ പൈസ വാങ്ങിക്കൊണ്ട് പോയി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്ന ആരോപണം വെള്ളാപ്പള്ളി നടത്തി വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചു. മറ്റു കാര്യങ്ങൾ വേറെ അദ്ദേഹത്തിൻ്റെ വർഗീയ പരാമർശങ്ങളും മാധ്യമങ്ങളുടെ തീവ്രവാദികളെടുത്തുള്ള പരാമർശങ്ങളും ഒരു വശത്തുണ്ട്. ഇതിലും എന്താണ് CPI ആണ്? CPIക്കാരൊന്ന് പൈസ വാങ്ങിക്കൊണ്ട് പോയി ബാക്കി കാര്യം ഞാൻ പറയുന്നില്ലെന്നാണ് പറഞ്ഞത്. CPIക്കാർ തെറ്റായ വഴിക്ക് ഒറ്റ പൈസ പോലും എന്തായാലും മേടിച്ചിട്ടില്ല. ശ്രീ വെള്ളാപ്പള്ളിയുടെ പക്കൽ നിന്ന് CPIക്കാർ ഫണ്ട് പിരിച്ച് കാണും. ഇലക്ഷനൊക്കെ വരുമ്പോഴത്തേക്ക് അത് കാണും. അതല്ലാതെ ചീത്ത വഴിക്ക് കൈക്കൂലിയായിട്ടോ അഭിഹിതമായിട്ടോ ഒരു പൈസ പോലും ഇരിക്കുന്ന പതിവ് CPIക്കില്ല. അതുകൊണ്ട് അതൊരു വെറും വർത്താനം മാത്രമാണ്. എന്തുകൊണ്ടാണ് ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഇത്തരത്തിലൊരു മത നേതാവ് നിരന്തരം ആക്രമണം നടത്തുന്നത്? നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും ബഹുമാനപ്പെട്ട ശ്രീ വെള്ളാപ്പള്ളിയുമായി ഒരു തർക്കത്തിന് ഞാനില്ല. അത് അദ്ദേഹത്തിന് വിടുന്നു, നിങ്ങൾക്കും വിടുന്നു. നോ മോർ ഡിബേറ്റ്സ്. ഇന്നലെ വൈകുന്നേരം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് വെള്ളാപ്പള്ളിയെ ഇനിയും വേണമെങ്കിൽ വാഹനത്തിൽ കയറ്റി അത് ശരിയാണ് താൻ ചെയ്തതെന്നാണ് താൻ ഇപ്പോഴും കരുതുന്നത്. ബിനോയ് വിശ്വമല്ല പിണറായി വിജയനാണ്. അതിനെന്തെങ്കിലും മറുപടി? വളരെ ശരിയല്ലേ അത്? ബിനോയ് വിശ്വം അല്ല പിണറായി വിജയൻ. വളരെ ശരിയാണത്, വളരെ ശരിയാണത്. അതുകൊണ്ട് എൻ്റെ കാര്യം നിലപാട് ഞാൻ പറയും, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും നിലപാടും അദ്ദേഹം പറയും. ഇത്രയും ആക്ഷേപങ്ങളും എന്താക്ഷേപം? തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ജനങ്ങൾക്ക് എല്ലാവരെയും അറിയാം. അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അറിയാം, വെള്ളാപ്പള്ളിയെ അറിയാം, അവർക്ക് എല്ലാവരെയും അറിയാം. അവർ തീരുമാനിക്കട്ടെ. വെള്ളാപ്പള്ളി പറയുന്ന പ്രശ്നം പലപ്പോഴും മുന്നണി മര്യാദ ഇല്ലാതെയാണ് CPI പ്രവർത്തിക്കുന്നത്. മുന്നണിക്കകത്ത് പറയുന്ന കാര്യങ്ങൾ മുന്നണിക്കകത്ത് പറയുന്നത് പുറത്ത് പറയുന്നത്. ഇത് പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ് വെള്ളാപ്പള്ളി പറയുന്നത്. അത്തരത്തിൽ LDF ഒരു പ്രതിസന്ധി CPI ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, LDFനോ അത് ഏതെങ്കിലും പാർട്ടിക്കോ മാർക്കിടാനോ തെറ്റ് ശരിയും പറയാനോ ഞങ്ങളാരും വെള്ളാപ്പള്ളിയെ ഏൽപ്പിച്ചിട്ടില്ല. വെള്ളാപ്പള്ളി അല്ല LDF. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും വെള്ളാപ്പള്ളിയുടെ ഒരു ഉപദേശവും കാത്തിരിക്കുന്നില്ല. ഈ ഒരു മാധ്യമ പ്രവർത്തകനെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക നാമധാരി ആയതുകൊണ്ട് മാത്രം അദ്ദേഹം ഈരാറ്റുപെട്ടിൽ വരുന്നത് തീവ്രവാദിയാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി. മാത്രമല്ല ഇന്നും ഈ മലപ്പുറത്തിന്റെ പേര് പറഞ്ഞിട്ടുള്ള പരാമർശങ്ങൾ വെള്ളാപ്പള്ളി ആവർത്തിക്കുകയാണ്. ഇങ്ങനെ ഒരു സമുദായ നേതാവ്, പ്രത്യേകിച്ചും ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങൾ പിൻപറ്റുന്ന കുമാരനാശാൻ ഇരുന്ന കസേരയിൽ ഇരിക്കുന്ന ഒരാൾ ഇത്തരം പരാമർശങ്ങൾ ആവർത്തിക്കുന്നത് ശരിയാണ്? അത്തരം പരാമർശങ്ങൾ കൊണ്ട് ഒരാൾ വലുതാകുമോ ചെറുതാകുമോ എന്ന് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റും. എല്ലാവർക്കും അത് മനസ്സിലാക്കാനുള്ള കെൽപ്പ് അദ്ദേഹത്തിനും ബന്ധപ്പെട്ടവർക്കും ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ഈ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്നു, CPIക്കെതിരെ ഇത്രയും രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. സ്വാഭാവികം അങ്ങനെയുള്ള ഒരാൾ ഇപ്പോഴും എന്തിനാണ് ബഹുമാനപ്പെട്ട എന്ന രീതിയിൽ അദ്ദേഹം പദവിയൊക്കെ അല്ലാത്ത രീതിയിൽ എന്തിനാണ് ഇപ്പോഴും അത്തരത്തിൽ അവർക്ക് പറഞ്ഞല്ലോ. ശ്രീനാരായണ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ മഹാപ്രസ്ഥാനമാണ്. ശ്രീനാരായണ ഗുരു കേരളത്തിൻ്റെ നവോത്ഥാന യാത്രയിൽ ഏറ്റവും തെളിച്ചമുള്ള പേരാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ പൈതൃകത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാനിക്കുന്നുണ്ട്. അതെല്ലാം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരോട്ട് ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനത്തെ ഞങ്ങൾ ബഹുമാനിക്കും. പക്ഷേ ആ പദവിയിൽ ഇരിക്കുന്നവർക്കെല്ലാം എപ്പോഴും ഓർമ്മ വേണം, SNDPയുടെ സെക്രട്ടറി സ്ഥാനം അവിടെ ആരിരുന്നാലും ഓർമ്മ വേണം. ആ കസേര ഒരുപാട് വലിയ വലിയ മനുഷ്യർ ഇരുന്ന കസേരയാണ്. കുമാരനാശാൻ മുതൽ താങ്കൾ ആദ്യം ഒരു കാര്യം പറഞ്ഞു, തെറ്റായ മാർഗത്തിൽ പൈസ മേടിച്ചിട്ടുള്ളത് പറഞ്ഞിട്ട് വെള്ളാപ്പള്ളി പറയുന്നത് CPI പൈസ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ പറയുന്നില്ല. പറയുമ്പോൾ എന്തോ തെറ്റായ മാർഗത്തിൽ പണം മേടിച്ചത് അദ്ദേഹം പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ പണം തിരിച്ചു കൊടുക്കും. തെറ്റായ വഴിക്ക് ഫണ്ട് പിരിച്ചു കാണും. തിരഞ്ഞെടുപ്പിനോ സമ്മേളനത്തിനോ ഫണ്ട് പിരിച്ചു കാണും. അദ്ദേഹം ഒരു വലിയ വ്യവസായിയാണ്. അതിൻ്റെ പേരിൽ ചിലപ്പോൾ ചെന്ന് കാണും, പണം പിരിച്ചു കാണും. അതല്ലാതെ തെറ്റായ വഴിക്ക് അവിഹിത മാർഗത്തിലൂടെ ഒരു ചില്ലിക്കാശ് പോലും CPI പിരിച്ചിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാം എന്നാണ് പറയുന്നത്. അത് കൂടി പറയട്ടെ, ധൈര്യമുണ്ടെങ്കിൽ പറയുമ്പോൾ പറയാം. പക്ഷേ ഇന്നലെ വാക്കുകൾ അങ്ങ് കേട്ടിരുന്നു. അങ്ങയുടെ പരാമർശങ്ങളിൽ അല്ലെങ്കിൽ അതൃപ്തി പ്രകടിപ്പിച്ചാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. എന്റെ കാറിൽ കയറ്റും ഞാൻ ബിനോയ് വിശ്വം അല്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, തീർച്ചയായിട്ടും വളരെ ശരിയാണത്. ബിനോയ് വിശ്വം അല്ല പിണറായി വിജയൻ, പിണറായി വിജയൻ അല്ല ബിനോയ് വിശ്വം. രണ്ടുപേരാണ്.
രണ്ട് കാഴ്ചപ്പാടാണ്, രണ്ട് നിലപാടാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാദങ്ങളെ ഞാൻ നിരാകരിക്കുന്നില്ല. ഏത് കാഴ്ചപ്പാടാണ് ശരി? അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. നോ മോർ കമന്റ്സ്. CPI സംസ്ഥാന സെക്രട്ടറി നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കുമാരനാശാൻ തുടങ്ങിയ മഹാരഥന്മാരിരുന്ന കസേരയിലാണ് വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്നത് എന്ന് അദ്ദേഹം ഓർമ്മിക്കണം എന്നുകൂടി പറയുന്നു. രൂക്ഷമായ പദപ്രയോഗങ്ങൾ നടത്തിയില്ല എങ്കിലും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. CPI അവിഹിത മാർഗേന പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പറയട്ടെ, അപ്പോൾ പറയാം. അതിന്റെ മറുപടി പണം വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാം എന്നും അദ്ദേഹം പറയുന്നു. ഒരു വ്യവസായി ആയതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഫണ്ട് പിരിച്ചു കാണും, അതല്ലാതെ ഒരു പണവും CPI വാങ്ങിയിട്ടില്ല വെള്ളാപ്പള്ളിയിൽ നിന്ന് എന്ന് ബിനോയ് വിശ്വം പറയുന്നു. ഒപ്പം മാധ്യമ പ്രവർത്തകനെ വർഗീയ ചാപ്പ കുത്തിയതിലും പ്രതികരണമുണ്ടാകുന്നു. അതൊക്കെ പറയുന്ന ആളുകൾ സ്വയം ചെറുതാകുന്നതാണ്, അത് വിലയിരുത്തട്ടെ എന്ന് പറയുന്നു.